ലോകത്തിൽ വേറെ ആർക്കും വേണ്ടാതിരുന്നൊരു ഫോർമേഷൻ, വളരെ പഴക്കം ചെന്നൊരു ഫോർമേഷൻ എങ്ങനെയാണ് റയൽ മാഡ്രിഡ് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ ട്രഡീഷണലായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോർമേഷനായിരുന്നു 4-4-2. ഇതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ റയൽ മാഡ്രിഡിനുണ്ടായിരുന്നു. അവർ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന 4-3-3യിൽ നിന്നും 4-4-2യിലേക്ക് മാറിയപ്പോൾ അവർക്ക് ആഞ്ചലോട്ടി എന്ന് പറയുന്ന ജീനിയസ് ഉപയോഗിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, മിഡ്ഫീൽഡിലുണ്ടാകുന്ന സ്പേസ് കുറയ്ക്കുക; രണ്ട്, ട്രഡീഷണലായിട്ട് വിങ്ങുകളിലൂടെ ക്രോസ് ചെയ്ത് മാത്രം കളിച്ചുകൊണ്ടിരുന്ന 4-4-2വിനെ അദ്ദേഹം ഡിഫറൻ്റാക്കി യൂസ് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചേഞ്ച് എന്ന് പറയുന്നത് അവരുടെ ഫുൾ ബാക്കിനെ യൂസ് ചെയ്യുന്നതായിരുന്നു. നേരത്തെ 4-4-2 കളിച്ചുകൊണ്ടിരുന്ന ടീമുകൾ ഫുൾ ബാക്കിനെ വൈഡ് ഏരിയാസിൽ ബോൾ യൂസ് ചെയ്ത് ക്രോസ് ചെയ്യുക എന്നുള്ളൊരു യൂസിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആഞ്ചലോട്ടി യൂസ് ചെയ്യുന്നത് ഫുൾ ബാക്സ് അറ്റാക്കിങ്ങിന് മിഡിൽ ഏരിയയിലേക്ക് പോകുന്നതായിട്ടാണ് യൂസ് ചെയ്യുക. ഇത് ഒരു മോഡേൺ ടാക്റ്റിക്കലായിട്ട് യൂസ് ചെയ്യുമ്പോൾ മിഡിൽ ഏരിയയിൽ ഫുൾ ബാക്ക് വരുന്നത് മിഡ്ഫീൽഡ് ഏരിയയിൽ ബോൾ വരുമ്പോൾ അവിടെ സ്പേസ് കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഇനീഷ്യലി ഈ ടാക്ടിക്സ് യൂസ് ചെയ്തപ്പോഴത്തേക്ക് തോൽവികൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് അദ്ദേഹം വിനീഷ്യസിനെ ചില സമയങ്ങളിൽ 4-4-2 സ്ട്രൈക്കറായിട്ട് കാണിക്കുമെങ്കിലും പലപ്പോഴും വിനീഷ്യസ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് വിങ്ങുകളിലൂടെയാണ്. വിങ്ങുകളിലൂടെ ബോൾ കൊണ്ടുവന്ന് ബോക്സിനകത്തേക്ക് എത്തുമ്പോൾ ബെലിംഗാം ഒരു സ്ട്രൈക്കറിൻ്റെ റോളിൽ ആ ബോക്സിനകത്തുണ്ടാവും. 3 ഓപ്ഷൻസ് ആയിരുന്നു ബോൾ പാസിങ്ങിനായിട്ട് ഉണ്ടാവുക, കണക്ഷന് വേണ്ടിയിട്ടും ഫിനിഷ് ചെയ്യാനായിട്ട്. ഒന്ന് എംബപ്പെ ഉണ്ടാവും, റോഡ്രിഗോ ഉണ്ടാവും, അല്ലെങ്കിൽ ബെലിംഗാം ഉണ്ടാവും. ബോക്സിന് പുറത്ത് ഷൂട്ടിങ്ങിൽ അപകടകാരികളായ മോഡ്രിച്ച് അല്ലാന്നുണ്ടെങ്കിൽ വെൽവെർദെ ഉണ്ടാവും. ചുമനി മിഡ്ഫീൽഡിൽ ബാലൻസ് ചെയ്യാനായിട്ടും റുഡിഗറും അസെൻസിയോയും ഡിഫൻഡേഴ്സായിട്ടും ഉണ്ടാവും. ഇതുവഴി ഡിഫെൻഡിങ്ങിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചു. മറ്റൊരു വലിയ പ്രശ്നം ആദ്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫെൻസീവ് ടൈമിൽ റൈറ്റ് വിങ്ങിൽ ബോൾ വരുമ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ സ്പേസ് കൂടുതൽ യൂസ് ആവുക, ആ ഡിഫൻഡർ വിങ്ങറിന് സ്പേസ് കിട്ടുക എന്നുള്ളതായിരുന്നു. അത് എങ്ങനെയാണ് ടാക്കിൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫൻഡറിനെതിരെ നല്ല ബെറ്റർ ആയിട്ടുള്ള സ്ട്രൈക്കറിനെതിരെ ഡിഫൻഡറിനെ തന്നെ യൂസ് ചെയ്തു. അതുവഴി ആ ഒരു ഡിഫൻഡിങ്ങിലുണ്ടായിരുന്നൊരു പ്രശ്നം അദ്ദേഹം പരിഹരിച്ചു. അതായത് വിങ്ങർ ഡൗണിൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്ട്രൈക്കറിനെല്ലാം ഡിഫെൻഡ് ചെയ്യുക. ഈ ഒരു ഡിഫറൻസ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് ചാമ്പ്യൻസ് ലീഗിൽ കൊണ്ടുവരാൻ പറ്റിയത്. വിങ്ങുകളിൽ ബോൾ പൊസിഷൻ വെച്ചതിന് ശേഷം ഫൈനൽ തേർഡുകളിലും അല്ലെങ്കിൽ ബൈലൈനിൽ ബോൾ കൊണ്ടുപോവുകയും അതും അല്ലെങ്കിൽ ഹാഫ് സ്പേസിൽ ബോൾ കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീമിനെതിരെ ശക്തമായി അവിടെ വിങ്ങുകളിൽ ഡിഫെൻഡ് ചെയ്ത് കളിച്ചത് അതുകൊണ്ടാണ്.